بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വകുല്ല ളലാലത്തിൻ ഫിന്നാർ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആജ്ഞാനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കൊണ്ടുവന്ന് യഥാവിധം റബ്ബിനെ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നീ വേദിയിൽ ഏതാനും ദുആഉകൾ എന്ന വിഷയത്തിലാണ് സംസാരിക്കുന്നത്. ഇമാം ജാഫർ സാദിഖ് റഹിമഹുല്ലാഹ് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: അജിബ്തു ലി അർബഅത്തിൻ കൈഫ യഗ്ഫലൂന അൻ അർബഅ. 4 കൂട്ടരുടെ വിഷയത്തിൽ എനിക്ക് വലിയ ആശ്ചര്യമുണ്ട്. അവർ എങ്ങനെയാണ് 4 കാര്യങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധമാകുന്നത്? അജിബ്തു ലിമൻ അസാബഹു ദുർറുൻ കൈഫ യഗ്ഫുലു അൻ ഖൗലില്ലാഹ് അന്നി മസ്സനി അദ്ദുർറു വ അൻത അർഹമുർ റഹീമീൻ. ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി 4 കൂട്ടരുടെ വിഷയത്തിൽ ആശ്ചര്യപ്പെടുകയാണ്, അത്ഭുതപ്പെടുകയാണ്. എന്തുകൊണ്ട് 4 കൂട്ടർ 4 കാര്യങ്ങളുടെ വിഷയത്തിൽ അശ്രദ്ധമായത് കാരണത്താൽ. അതിൽ ഒന്നാമത്തെ ആള് ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആശ്ചര്യപ്പെട്ട ഒന്നാമത്തെ ആള് ലിമൻ അസാബഹു ദുർറുൻ, ഒരു മനുഷ്യന് ഒരു ദുരിതമേറ്റവൻ കൈഫ യഗ്ഫുലു അൻ ഖൗലില്ലാഹ്, അയാൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വചനത്തെ തൊട്ട് അശ്രദ്ധമാവുക? അന്നി മസ്സനി അദ്ദുർ വ അൻത അർഹമുർ റഹീമീൻ,
എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, നീ കരുണാവാരിധിയാണല്ലോ എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയുണ്ട് ദുരിതം ബാധിച്ചവർക്ക് ദുആയായിട്ട് നിർവഹിക്കുവാൻ. എന്നിട്ട് ദുരിതം ബാധിച്ചവൻ ആ ദുആ നിർവഹിക്കുന്നില്ല എങ്കിൽ, അതുകൊണ്ടാണ് ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആശ്ചര്യം കൂറുന്നത്. വല്ലാഹു സുബ്ഹാനഹു വതആല യഖൂൽ ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ദുർ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഫസ്തജബ്നാ ലഹു, അയ്യൂബിന് നാം ഉത്തരമേകി. വകശഫ്നാ മാ ബിഹി മിൻ ദുർ, അയ്യൂബിലുണ്ടായിരുന്ന ദുരിതം അത് നാം നീക്കുകയും പോക്കുകയും ചെയ്തു. അപ്പോ അന്നി മസ്സനി അബ്ദുർ വഅൻത അർഹമുർ റഹീമീൻ, എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, അല്ലാഹു എന്നീ കരുണാവാരിധിയാണ്, ദുരിതം നീക്കണമേ, ബുദ്ധിമുട്ട് പോക്കണമേ എന്നാണ് അതിന്റെ തേട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ഉപരിലോകത്ത് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയും അതിന് ജവാബേകി അദ്ദേഹത്തിന്റെ ദുരിതം പോക്കി എന്നാണ്. അപ്പൊ ഈ ദുആ ഉണ്ടായിരിക്കെ ഈ ദുആയെക്കുറിച്ച് അശ്രദ്ധനാകുന്നവന്റെ വിഷയത്തിൽ ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആശ്ചര്യപ്പെടുകയാണ്. രണ്ടാമത്തെ വിഭാഗന്മാരാണ്. ഇമാം ജാഫർ സാദിഖ് പറയണം, വാജിബ് ലിമൻ അസാബഹു ഗമ്മുൻ കൈഫ യഗ്ഫുലു അൻ ഖൗലില്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒരു വ്യക്തി അദ്ദേഹത്തിന് ഗമ്മ് ബാധിച്ചു. ഗം എന്ന് പറഞ്ഞാൽ മനപ്രയാസം, ഞെരുക്കം ബാധിച്ചിട്ടും അയാൾ അശ്രദ്ധയിലാണ്. ഏതിനെ തൊട്ട്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദുആയെ തൊട്ട്, അല്ലെങ്കിൽ ദിക്റിനെ തൊട്ട്. എന്താ ഈ ദുആയുടെ പ്രത്യേകത? ഇത് ദിന്നൂനിന്റെ ദുആ എന്ന പേരിൽ പ്രസിദ്ധമായ ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ദിന്നൂനിന്റെ ദുആ അഥവാ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നിർവഹിച്ചാൽ ആ ദുആക്ക് അയാൾക്ക് ജവാബ് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഉത്തരം ലഭിക്കപ്പെടുന്ന ദുആയാണ് ദിന്നൂനിന്റെ ദുആ. ഈ ദുആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അത് വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷെ ചില മനുഷ്യന്മാർ അശ്രദ്ധയിലാണ്. പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബാധിച്ചതായ ഗമ്മ്, മനോദുഃഖവും ഞെരുക്കവും അവർക്ക് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കിതറിയില്ല. അത്തരക്കാരുടെ വിഷയത്തിൽ ഇമാം ജാഫർ സാദിഖ് ആശ്ചര്യം കൂറുകയാണ്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുആ നിർവഹിച്ചപ്പോൾ എന്താ ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂൽ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഫസ്തജബ്നാ ലഹു, ഉടനടി നാം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉത്തരമേകി. ഈ ദുആ നിർവഹിച്ചപ്പോൾ ഉടനടിയാണ് ഉത്തരമേകിയത്. വകശഫ്നാ വനജ്ജയ്നാഹു മിനൽ ഗം, അദ്ദേഹത്തിന്റെ മനോദുഃഖത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇത് യൂനുസിന് മാത്രമുള്ള ഒരു രക്ഷയല്ല, പിന്നെയോ വിശ്വാസികളെ ഇപ്രകാരമാണ് നാം രക്ഷപ്പെടുത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോ ഞെരുക്കം ബാധിക്കുന്നവർക്ക്, ബുദ്ധിമുട്ടിൽ അകപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള ദുആ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിന്റെ ഫലം എന്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പല മനുഷ്യന്മാരും അതിൽ അശ്രദ്ധരാണ്. അതുകൊണ്ടാണ് ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വിഷയത്തിൽ ആശ്ചര്യം കൂറിയത്. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഇനിയും ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ആശ്ചര്യമുണ്ട്. അതെന്താ? അദ്ദേഹം ആശ്ചര്യപ്പെട്ടത് ലിമൻ യഖാഫു കൈഫ യഗ്ഫുലു അൻ ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. അദ്ദേഹം ആശ്ചര്യപ്പെടുന്നത് ലിമൻ യഖാഫ്, പേടിക്കുന്ന മനുഷ്യന്മാരുടെ വിഷയത്തിലാണ്. ചിലർക്ക് പേടിയും ഭീതിയുമാണ്. കൈഫ യഗ്ഫുലു അൻ ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുവാൻ അള്ളാഹു അത്യുത്തമനാകുന്നു എന്നർത്ഥം വരുന്ന ആയത്തുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷെ പല മനുഷ്യന്മാരും അശ്രദ്ധയിലാണ്, അയാൾക്ക് പേടിയാണ്. അവരുടെ കാര്യത്തിലാണ് ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആശ്ചര്യപ്പെട്ടത്. എന്താ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം?
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വല്ലാഹു തആല യഖൂൽ ഫൻഖലബു ബിനിഅമതിൻ മിനല്ലാഹ് വഫദ്ൽ ലം യംസസ്ഹും സൂ. ഫൻഖലബു അവർ മടങ്ങി, ബിനിഅമതിൻ മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞവർ അവർ മടങ്ങി അല്ലാഹുവിൽ നിന്നുള്ള നിഅമത്ത് ഏറ്റുവാങ്ങിയിട്ട്, വഫദ്ൽ അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യം ലഭിച്ചിട്ട്, ലം യംസസ്ഹും സൂ അവർക്ക് യാതൊരു ദുരിതവും തിന്മയും ഏൽക്കുകയുണ്ടായിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ബദർ ഉഹദ് യുദ്ധത്തെ തുടർന്ന് മുസ്ലിമീങ്ങൾ ഉഹദിൽ നിന്ന് അല്പം പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് മദീനയിലേക്ക് മടങ്ങുന്നത്. ആ മടങ്ങുന്ന വേളയിൽ മുനാഫിക്കുകൾ വന്നിട്ട് പറയാണ്, അബൂ സുഫിയാനും കൂട്ടരും വീണ്ടും ഒരിക്കൽ കൂടി മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, അതുകൊണ്ട് പേടിച്ചോളിയും എന്ന് പറഞ്ഞു മുനാഫിക്കുകൾ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും പറഞ്ഞതാണ് ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. ഈ ദുആയിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് രക്ഷയാണ്, അനുഗ്രഹമാണ്, ഔദാര്യമാണ്. ലം യംസസ്ഹും സൂ ഒരു ദുരിതവും തിന്മയും അവരെ ബാധിക്കുകയുണ്ടായിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ ദുആ അല്ലാഹു പറഞ്ഞു, രക്ഷാമാർഗം അല്ലാഹു പഠിപ്പിച്ചു, അതിന്റെ ഫലം എന്ത് എന്നും പഠിപ്പിച്ചു. എന്നിട്ടും പല മനുഷ്യന്മാരും അശ്രദ്ധയിലാണ്. പേടിക്കുന്നവർക്ക് രക്ഷയെന്ത്, അതിന്റെ ഫലം എന്ത് എന്നുള്ള കാര്യം അല്ലാഹു ഉണർത്തി. എന്നിട്ടും മനുഷ്യന്മാർ അതിനെ തൊട്ട് അശ്രദ്ധയിലാണ്, അവർ പേടിയിലുമാണ്. അതുകൊണ്ടാണ് ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കാര്യത്തിൽ ആശ്ചര്യപ്പെട്ടത്. നാലാമതൊരു കൂട്ടരുണ്ട്, അതെന്താ? ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആശ്ചര്യം കൂറിയത് ലിമൻ യംകുറു ബിഹിന്നാസ് കൈഫ യഗ്ഫുലു അൻ വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. ആളുകൾ ചിലർക്കെതിരിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കും. കുതന്ത്രങ്ങളിൽ മനുഷ്യന്മാർ പീഡിപ്പിക്കപ്പെടും, പ്രയാസപ്പെടുത്തപ്പെടും. പക്ഷേ കുതന്ത്രങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? വഉഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാൻ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസന്മാരെ കുറിച്ച് സൂക്ഷ്മമായി കാണുന്നവനും അവരെ സൂക്ഷ്മമായി കാണുന്നവനാണ് എന്ന് പറയണം. ഇങ്ങനെ വഉഫവ്വിദു അംരി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അതിന്റെ മഹത്വം എന്താ? അത് അല്ലാഹു പറയുന്നുണ്ട്. ഫവഖാഹു അല്ലാഹു സയ്യിആതി മാ മകറു വഹാഖ ബിആലി ഫിർഔന സൂഉൽ അദാബ്. ഫവഖാഹു അല്ലാഹ്, ഇത് പറഞ്ഞ ആ വ്യക്തിയെ അല്ലാഹു സംരക്ഷിച്ചു. ഫവഖാഹു അല്ലാഹ്, അല്ലാഹു കാത്തു ആ മനുഷ്യനെ. സയ്യിആതി മാ മകറു, ഏതിനെ തൊട്ട്? ശത്രു പ്രയോഗിച്ച തന്ത്രത്തിന്റെ കെടുതികളിൽ നിന്ന്, തിന്മയിൽ നിന്ന്. മാത്രമല്ല ശത്രു തന്ത്രം പ്രയോഗിച്ചില്ലേ, ശത്രുവിന് എന്താ കിട്ടിയത്? വഹാഖ ബിആലി ഫിർഔന സൂഉൽ അദാബ്, ആലി ഫിർഔനിന് ശിക്ഷയുടെ കെടുതി, ദുരിതം അത് അവരെ വലയം ചെയ്തു. ഇത് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്ന ഒരു സംഭവമാണ്. അഥവാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഫിർഔൻ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി വിശ്വസിച്ച്, അദ്ദേഹത്തെ കുറിച്ച് പറയൽ മുഅ്മിനു ആലി ഫിർഔൻ എന്നാണ്, ഫിർഔൻ കുടുംബത്തിലെ ഈമാൻ ഉൾക്കൊണ്ട വ്യക്തി. അങ്ങനെ അദ്ദേഹം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്താനുള്ള മാർഗേണ പണിയെടുത്തു. അവിശ്വാസികളായ ഫിർഔന്റെ കുടുംബക്കാരോട് അദ്ദേഹം വാഗ്വാദത്തിലേർപ്പെട്ടു, സംവാദത്തിലേർപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ ഫറോവന്റെ കിങ്കരന്മാർ വളയുകയും അദ്ദേഹത്തിനോട് അവർ സംസാരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ സമയം ഈജിപ്തിൽ കോപ്റ്റിക് വംശജരിൽ ദീൻ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ബാക്കിയുള്ളവർ മുഴുവൻ ഫറോവന്റെ ആളുകളും ആദർശക്കാരുമാണ്. ഇദ്ദേഹം താൻ ഈ അവിശ്വാസികളുടെ നടുമധ്യത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ
അദ്ദേഹം പറഞ്ഞതാണ് ഉഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്, അള്ളാഹു ദാസന്മാരെ സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് പറയുകയാണ് ഫവഖാഹുല്ലാഹ് സയ്യിആതി മാ മകറു, ഫിർഔന്റെ ആളുകൾ പ്രയോഗിച്ച തന്ത്രം, അതിന്റെ കെടുതിയിൽ നിന്ന്, തിന്മയിൽ നിന്ന് ഈ മനുഷ്യനെ അള്ളാഹു സംരക്ഷിച്ചു, കാത്തു. എന്താ സംഭവിച്ചത്? വഹാഖ ബിആലി ഫിർഔന സൂഉൽ അദാബ്, ഫറോവന്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയുടെ കെടുതി, ദുരിതം അത് അവർക്ക് നേരെ അയച്ചു. അത് അവരെ വലയം ചെയ്തു. അപ്പോൾ ഫറോവനെയും കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു. ഈ വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ശത്രു തന്ത്രം പ്രയോഗിക്കുമ്പോൾ ചൊല്ലാനുള്ള മരുന്നാണിത്. ശത്രുവിന്റെ തന്ത്രപ്രയോഗമാണ്, മരുന്ന് ഇതാണ്. പക്ഷെ പല മനുഷ്യന്മാർക്കും ശത്രുവിന്റെ തന്ത്രത്തിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ മരുന്നുണ്ടായിട്ടും ആ മരുന്ന് പ്രയോഗിക്കാൻ അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരക്കാരുടെ വിഷയത്തിൽ ആശ്ചര്യം കൂടിയത്. സഹോദരന്മാരെ, ഈ ഒരു ആമുഖം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉദ്ധരിച്ച് നൽകിയത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനയുടെ വചനങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളായിട്ട് അവതീർണമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയുകളായിട്ടും അവതീർണമാണ്. നമുക്ക് രോഗങ്ങൾ വിവിധ രീതിയിൽ, വിവിധ ശൈലിയിൽ, കോലത്തിൽ വന്നുപെട്ടാൽ ആ രോഗങ്ങൾക്ക് പറയപ്പെട്ടതായ മരുന്നാണ് ദുആകൾ. പക്ഷേ ദുആയാകുന്ന ദവാ രോഗത്തിന് ഫലം ചെയ്യണമെങ്കിൽ മരുന്നെന്തെന്ന് നമ്മൾ അറിയണം. മരുന്നിനെ കുറിച്ച് നമ്മൾ അശ്രദ്ധമാകാൻ പാടില്ല. അശ്രദ്ധമാകുന്നവരുടെ വിഷയത്തിലാണ് ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. പല മനുഷ്യന്മാർക്കും ഈ അശ്രദ്ധയാണുള്ളത്. മരുന്നിനെ കുറിച്ച് ബോധമുള്ളവർ തങ്ങൾക്കുള്ള മരുന്ന് നിർവഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇൻഷാ അല്ലാഹ് ചരിത്രത്തിലെ ചില ഉദാഹരണങ്ങൾ നമ്മളിവിടെ ഉണർത്തുന്നുണ്ട്. ദുആയുമായി ബന്ധപ്പെട്ട ചില ആമുഖങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിൽ പിന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, ദുആയോടൊപ്പം ഹൃദയ സാന്നിധ്യം ഒന്നിച്ചാൽ, എന്നാൽ ഹൃദയം അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ, മാത്രമല്ല ദുആക്ക് ജവാബ് ലഭിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ദുആ ആവുകയും ചെയ്താൽ, ഹൃദയത്തിൽ തട്ടിയിട്ട് ദുആ ചെയ്യണം. ദുആ നിർവഹിക്കേണ്ടതോ ദുആക്ക് ജവാബ് ലഭിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയത്താവുകയും വേണം. ഏതാണ് ആ സമയങ്ങൾ? ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, അസ്സുലുസുൽ അഖീർ മിനൽ ലൈൽ, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന്, വഇൻദൽ അദാൻ, ബാങ്ക് വിളിക്കുന്ന സമയം, വബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം, വഅദ്ബാറി സലവാത്തിൽ മക്തൂബാത്ത്, ഫർദ് നമസ്കാരത്തിന്റെ ഒടുക്കത്തിൽ, സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, വഇൻദ സുഊദിൽ ഇമാമി യൗമൽ ജുമുഅ അലൽ മിൻബർ ഹത്താ തുഖ്ള സലാത്ത് മിൻ ദാലിക്കൽ യൗം, ഇമാം വെള്ളിയാഴ്ച ദിവസം മിൻബറിൽ ഖുതുബയ്ക്ക് വേണ്ടിയിട്ട് കയറിയിട്ട് ജുമാ നമസ്കാരം തീരുന്നത് വരെയുള്ള സമയം, വആഖിറു സഅത്തിൻ ബഅദൽ അസ്ർ, അസറിന് ശേഷമുള്ള അസ്തമയത്തോടടുത്ത ആ സമയം, അവസാന സമയം, പകലിന്റെ അവസാന സമയം, അത് വെള്ളിയാഴ്ച. ഈ 6 സമയങ്ങൾ ദുആക്ക് ജവാബുള്ള സമയങ്ങളാണ്.
ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അവയാണ് എണ്ണിയത്. വേറെയും സമയങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹദീസുകളുടെ വെളിച്ചത്തിൽ. മാത്രമല്ല വസാദഫ ഖുശൂഅൻ ഫിൽ ഖൽബ് വൻകിസാറൻ ബൈന യദൈ റബ്ബ് വദുല്ലൻ ലഹു വതദർറുഅൻ വരിഖ്ഖ. ദുആക്കുള്ള സമയത്തെ അന്വേഷിച്ച് ആ സമയത്ത് ദുആ ചെയ്യുക. ഖൽബിൽ ഖുശൂ വേണം, ഭക്തി വേണം, റബ്ബിന് മുന്നിൽ വിനയം വേണം, എളിമയും വേണം. വസ്തഖ്ബല ദാഇ അൽ ഖിബ്ല, ദാഇ ദുആ ഇറക്കുന്നവൻ ഖിബ്ലയിലേക്ക് തിരിയണം. വകാന അലാ തഹാറ, ശുദ്ധി വരുത്തുകയും ചെയ്യണം. വറഫഅ യദൈഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തണം. വബദഅ ബിഹംദില്ലാഹി വസ്സനാ അലൈഹി, അല്ലാഹുവിനെ ഹംദ് ചൊല്ലി അല്ലാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി ദുആ തുടങ്ങണം. സുമ്മ സന്നാ ബിസ്സലാത്തി അലാ മുഹമ്മദിൻ അബ്ദിഹി വറസൂലിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സലാത്ത് ചൊല്ലണം. സുമ്മ ഖദ്ദമ ബൈന യദൈ ഹാജതിഹി അത്തൗബത വൽ ഇസ്തിഗ്ഫാർ, പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആവശ്യപ്പെടുന്നതിന് മുന്നോടിയായിട്ട് തൗബയും ഇസ്തിഗ്ഫാറും സമർപ്പിക്കണം. തെറ്റ് വന്നു പോയത് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യണം, മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് തേടണം. വഅലഹ ഫിൽ മസ്അല, ചോദിക്കുന്ന വിഷയം അള്ളാഹുവിനോട് അലട്ടി ചോദിക്കണം. വതവസ്സല ഇലൈഹി ബി അസ്മാഇഹി വസിഫാതിഹി വതൗഹീദി, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ അതേപോലെ അള്ളാഹുവിന്റെ തൗഹീദ് ഇതിനെ വസീലയാക്കിയിട്ട് അള്ളാഹുവിനോട് തേടണം. വഖദ്ദമ ബൈന യദൈ ദുആഇഹി സദഖതൻ, ദുആ ഇറക്കുന്നതിന് മുമ്പ് ദാനധർമ്മം നിർവഹിക്കണം. ഫഇന്ന ഹാദ ദുആ ലാ യകാദു യുറദ്ദു അബദാ, ഇങ്ങനെ ഒരാൾ ദുആ ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളുടെ ദുആ ഒരിക്കലും തള്ളപ്പെടുകയില്ല. വലാ സിയമാ ഇൻ സാദഫൽ അദ്ഇയത അല്ലതി അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹാ മദന്നത്തുൽ ഇജാബ, വിശിഷ്യ ഇങ്ങനെ നിർവഹിക്കുന്ന ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ദുആയാകുക. ജവാബ് ലഭിക്കും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി പഠിപ്പിച്ച കുറേ ദുആകളുണ്ട്. ആ ദുആയാണ് നിർവഹിക്കുന്നത് എങ്കിൽ ഔ അന്നഹാ മുതദമ്മിന ലിൽ ഇസ്മിൽ ആദം, ഇസ്മുൽ ആദം ഉൾക്കൊണ്ടതായ ദുആയാണ് നിർവഹിക്കുന്നത് എങ്കിൽ അത്തരം ദുആ അതിന് ജവാബ് ലഭിക്കും എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനി ദവാഇ ശാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ദുആയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അപ്പോ ദുആ നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഇതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ക്രോഡീകരിച്ച് പറഞ്ഞതാണ്. ഇவ்விதമാണ് ഒരാൾ ദുആ നിർവഹിക്കുന്നത് എങ്കിൽ ദുആക്ക് ജവാബുണ്ടാകും. അപ്പൊ പ്രാർത്ഥനകളുണ്ട്, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾക്കൊക്കെ ദുആകളുണ്ട്. ആ ദുആകളെ പഠിച്ച് ശറഅ് പഠിപ്പിച്ച രീതിയിൽ, ദീൻ പഠിപ്പിച്ച രീതിയിൽ ആ ദുആകൾ നിർവഹിക്കുകയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ജവാബ് കനിയും എന്നുള്ളതാണ് ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, വദ്ദുആഉ മിൻ അൻഫഇൽ അദ്വിയ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഉപകാരപ്രദമായ മരുന്നാണ്. വഹുവ അദുവുൽ ബല, പരീക്ഷണത്തിന്റെ ശത്രുവാണ് ദുആ. യദ്ഫഉഹു, ദുആ പരീക്ഷണത്തെ ചെറുക്കും. വയുആലിജുഹു, ദുആ പരീക്ഷണത്തെ ചികിത്സിക്കും. വയംനഉ നുസൂലഹു, പരീക്ഷണം വന്നിറങ്ങുന്നതിനെ തൊട്ട് ദുആ പരീക്ഷണത്തെ തടുക്കും. വയർഫഉഹു, വന്നിറങ്ങിയ പരീക്ഷണത്തെ ദുആ ഉയർത്തും. വയർഫഉഹു അൻ യുഖഫിഫഹു ഇദാ നസൽ, ഇനി പരീക്ഷണം വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെയും പരീക്ഷണത്തെ ലഘൂകരിക്കുകയും അതിനെ ഉയർത്തുകയും ചെയ്യും ദുആ. വഹുവ സിലാഹുൽ മുഅ്മിൻ, ദുആ വിശ്വാസിയുടെ ആയുധമാകുന്നു എന്നാണ് അദ്ദേഹം ഉണർത്തിയത്. അപ്പോൾ നമുക്ക് പല രോഗങ്ങളുണ്ട്, മാനസികമായി, ശാരീരികമായി, അതേപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ആയുധങ്ങൾ പ്രയോഗിക്കേണ്ട അവസ്ഥകളുണ്ട്.
വിശ്വാസിയുടെ യഥാർത്ഥ ആയുധം അവന്റെ പ്രാർത്ഥനയാണ്. വിശ്വാസി പ്രയോഗിക്കേണ്ട യഥാർത്ഥ മരുന്ന് അവന്റെ ദുആയാണ്. പക്ഷേ ഈ മരുന്ന് ഏതാണ്, അതെവിടെ പ്രയോഗിക്കേണ്ടതാണ്, എങ്ങനെ പ്രയോഗിക്കേണ്ടതാണ്, അത് വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇബ്രാഹിമുൽ അദ്ഹം, അദ്ദേഹം അബു ഇസ്ഹാഖ് എന്ന പേരിലാണ് പ്രസിദ്ധൻ. ചില ആളുകൾ വന്നിട്ട് അബു ഇസ്ഹാഖിനോട് പറഞ്ഞ്, എത്ര ദുആ ചെയ്യണ്, ഉത്തരം കിട്ടണില്ല. അപ്പൊ അബു ഇസ്ഹാഖിന്റെ പ്രതികരണം, ഉത്തരം കിട്ടാത്തതിന്റെ കാരണം എന്താ? നിങ്ങളുടെ ഹൃദയങ്ങൾ പല കാര്യങ്ങൾ കൊണ്ട് ചത്തുപോയി, മരിച്ചുപോയി, സജീവമല്ല. അപ്പൊ അവർ ചോദിച്ചു, മാഹി, ഞങ്ങളുടെ ഹൃദയങ്ങളെ കൊന്ന കാര്യങ്ങൾ എന്താണ്? അപ്പൊ അബു ഇസ്ഹാഖ് പറഞ്ഞു, അറഫ്തുമുല്ലാഹ് ഫലം തുഅദ്ദു ഹുഖൂഖഹു, അള്ളാഹനെ മനസ്സിലാക്കി നിങ്ങൾ, പക്ഷെ അള്ളാഹ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ നിങ്ങൾ നൽകിയില്ല. വസഅംതും ഹുബ്ബ നബിയിഹി, പ്രവാചക സ്നേഹം നിങ്ങൾ ജൽപ്പിച്ചു. വതറക്തും സുന്നത്തഹു, പക്ഷേ റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ നിങ്ങൾ കൈയൊഴിച്ചു. വഖറഅതുമുൽ ഖുർആൻ വലം തഅമലു ബിഹി, നിങ്ങൾ ഖുർആൻ ഓതി, പക്ഷേ ഖുർആൻ കൊണ്ട് നിങ്ങൾ അമലെടുത്തില്ല. വസഅംതും അന്ന ശൈത്താന ലക്കും അദുവ വലം തുഖാലിഫു, ശൈത്താൻ വലിയ ശത്രുവാണ് എന്ന് നിങ്ങൾ പറഞ്ഞു, വാദിച്ചു, പക്ഷേ ശൈത്താനോട് നിങ്ങൾ എതിരായില്ല. വഅകൽതും നിഅമ റബ്ബിക്കും, റബ്ബിന്റെ നിഅമത്തുകൾ നിങ്ങൾ തിന്നു. വലം തുഅദ്ദു ശുക്രഹ, പക്ഷേ റബ്ബിന് നിങ്ങൾ ശുക്ർ അർപ്പിച്ചില്ല. വഖുൽതും ഇന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗ്ഗം സത്യമാണെന്ന് നിങ്ങൾ പറഞ്ഞു. വലം തഅമലു ലഹ, പക്ഷേ സ്വർഗ്ഗത്തിന് വേണ്ടി നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ല. വഖുൽതും ഇന്നന്നാറ ഹഖ്ഖുൻ ഫലം തഹ്റുബു മിൻഹ, നരകം സത്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷേ നരകത്തിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു ഓടിയില്ല. വഖുൽതും ഇന്നൽ മൗത ഹഖ്ഖുൻ വലം തസ്തഇദ്ദു ലഹ, മരണം സത്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷേ മരണത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായില്ല. വൻശഗൽതും ബിഉയൂബിൻ നാസ് വനസീതും ഉയൂബക്കും, ജനങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എണ്ണുന്നതിൽ നിങ്ങൾ വ്യാപൃതമായി. ആളുകളുടെ കുറ്റങ്ങൾ എണ്ണുന്നതിൽ, ജനങ്ങളുടെ കുറവുകൾ പരതുന്നതിൽ നിങ്ങൾ വ്യാപൃതമായി. പക്ഷേ വതറക്തും ഉയൂബ നഫ്സിക്കും, സ്വന്തത്തിന് കുറെ കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടില്ല, ഉപേക്ഷിച്ചു. യഥാർത്ഥത്തിൽ സ്വന്തത്തിന്റെ കുറവുകൾ എണ്ണാണ് വേണ്ടത്, പക്ഷെ നാട്ടുകാരുടെ കുറവെണ്ണാൻ നടന്നു. വദഫൻതും മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ മറമാടി, പക്ഷേ വലം തഅതബിറു ബിഹിം, മരിച്ചവരെ കൊണ്ടുപോയി മറമാടുമ്പോൾ, മണ്ണിൽ മൂടുമ്പോൾ അവരുടെ വിഷയത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊണ്ടില്ല. ലഖദ് മാതത്തിൽ ഖുലൂബ്, ഹൃദയങ്ങൾ ചത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? വഅലമു അന്നല്ലാഹ ലാ യഖ്ബലു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹു ദുആ സ്വീകരിക്കൂല. അതുകൊണ്ട് തന്നെ ഹൃദയങ്ങൾ ചത്തു, അതുകൊണ്ടാണ് ദുആക്ക് സ്വീകാര്യതയില്ലാത്തത് എന്ന് അബൂ ഇസ്ഹാഖ് പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. സജീവമായ ഹൃദയത്തോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി ദീൻ പറഞ്ഞ വിധം അള്ളാഹുവിലേക്ക് ദുആകളെ ഉയർത്തിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ അതിന് പ്രതിവിധിയായി, നമ്മളുടെ രോഗങ്ങൾ അതിന് ശമനമായി, നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ അതിന് നമുക്ക് മറുമരുന്നും അതേപോലെ ആശ്വാസവുമായി. ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റയുടെ 80 ഭൂജാതനായി 146 അല്ലെങ്കിൽ 148 മരണപ്പെട്ട താബിഈ പണ്ഡിതനാണ്. ഇമാം ജാഫർ സാദിഖിന്റെ പേരമകളായ ഉമ്മു ഫർവയാണ് ഇമാം ജാഫർ സാദിഖിന്റെ മാതാവ്. മഹാരഥനായ ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി അന്ന്
ആളുകളുടെ വിഷയത്തിൽ പറഞ്ഞ വരികളാണ് നമ്മൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞത്. മുമ്പന്മാരുടെ വിഷയത്തിൽ ഇമാം ജാഫർ സാദിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം ആശ്ചര്യം കൂറിയിട്ടുണ്ട് എങ്കിൽ ഇന്നുള്ളവരുടെ അവസ്ഥ ഈ വിഷയത്തിൽ പറയേണ്ടതില്ല. ഏതായാലും നമുക്ക് ചില ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ചില പ്രേരണകളും അതേപോലെ തന്നെ പ്രചോദനങ്ങളും ആയേക്കുമെന്നതിനാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയാണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉർവത്ത് ബിൻ അബിൽ ജഅദ് അൽ ബാരിഖി റളിയല്ലാഹു തആല അൻഹു ഒരു ദുആ നിർവഹിച്ചു. ഉർവത്തുൽ ബാരിഖി എന്ന പേരിൽ ഇദ്ദേഹം പ്രസിദ്ധനാണ്. എന്താ ഉർവയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് 1 ദീനാർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് മാർക്കറ്റിൽ പോയിട്ട് ഒരാടിനെ വാങ്ങി വരാൻ പറഞ്ഞു. അപ്പൊ ഉർവത്തുൽ ബാരിഖി അദ്ദേഹം മാർക്കറ്റിൽ റസൂലിന് കൊടുത്ത ദീനാറേറ്റ് പോയി. അദ്ദേഹം ഇടപാടിൽ മിടുക്കനാണ്. അദ്ദേഹം ചെയ്ത് ഈ ദീനാർ കൊണ്ട് 2 ആടിനെ വാങ്ങി. എന്നിട്ട് ഒരാടിനെ, അതിൽ നിന്ന് ഒരാടിനെ 1 ദീനാറിന് വിറ്റിട്ട് 1 ദീനാറും ഒരാടുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ സഫഖതി യമീനിഹി. അല്ലാഹുവേ, ഇദ്ദേഹത്തിന്റെ ഇടപാടിൽ നീ അദ്ദേഹത്തിന് ബർക്കത്ത് ചൊരിയണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. എന്താ ഉർവ പറയുന്നത്? അതിൽ പിന്നെ ഞാൻ മണ്ണ് വാരിയിട്ടുണ്ട് എങ്കിൽ അതിൽ എനിക്ക് ലാഭം കൊയ്യാൻ സാധിക്കുമായിരുന്നു. ഉർവത്തുൽ ബാരിഖ് പിൽക്കാലത്ത് ജീവിച്ചിട്ടുണ്ട്. മുസ്ലിം സൈന്യം കൂഫ, ബസറ, ഇറാഖ് വിജയിച്ചതിൽ പിന്നെ കൂഫയിലെ മാർക്കറ്റിൽ ഈ ഉർവത്തുൽ ബാരിഖ് നിന്നാൽ കുടുംബത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് 40,000 അദ്ദേഹം ലാഭമായി നേടുമായിരുന്നു. 40,000 ദിർഹം ലാഭം കൊയ്തതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് മടങ്ങുകയെന്നാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആ അത് അർശിന് നേരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തി. നബിയിൽ നിന്ന് അത് അർശിനുപരിയിൽ സ്വീകരിക്കപ്പെടുന്നതിനിടയിൽ മറയില്ല. പലപ്പോഴും ദുആയിലെത്തുന്നവരുടെ ദുആ ഉണ്ടല്ലോ, അത് അമ്പെയ്യുന്നത് പോലെയാണ്. പണ്ഡിതന്മാർ പറയല് ദുആയെ കുറിച്ച് അത് അമ്പെയ്യലെന്നാണ്. വില്ല് മോശമായാൽ അമ്പെയ്താൽ അമ്പ് സ്പീഡിൽ പോവില്ല. വില്ലിന്റെ ബലത്തിനനുസരിച്ചായിരിക്കും അമ്പിന്റെ പോക്ക്. വില്ല് മോശമായാൽ ഏറെ ശക്താവില്ല, ചിലപ്പോൾ ലക്ഷ്യത്തിലെത്തൂല, പാതിയിൽ തിരിച്ചു വീഴും. പണ്ഡിതന്മാർ പറയാറുണ്ട്, ചില മനുഷ്യന്മാര് പാപം കൊണ്ട് ദുആ ചെയ്യും. പാപം കൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവരുടെ ദുആ സ്വീകരിക്കൂല. അപ്പൊ പാപം മോശമായ കാര്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, അതിക്രമകരമായിട്ട് ദുആ ചെയ്യുക, മക്കൾക്കെതിരിൽ ദുആ, മാതാപിതാക്കൾക്കെതിരിൽ ദുആ, സഹോദരങ്ങൾക്കെതിരിൽ ദുആ, ഇങ്ങനെ അന്യായമായിട്ടുള്ള ദുആകൾ അത് അതിക്രമമാണ്. അപ്പൊ എന്താ, വില്ല് മോശമാണ്, അമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പ് സ്പീഡിൽ പോകൂല. ചിലര് ഹറാമ് തിന്നും, ഹറാമ് തിന്നാൽ വില്ല് മോശമായി, അതിൽ നിന്ന് അമ്പ് സ്പീഡിൽ പോകൂല, ലക്ഷ്യത്തിലെത്തൂല, പാതിയിൽ മടങ്ങും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹറാമ് ഉടുത്ത്, ഹറാമ് ധരിച്ച്, പുതച്ച്, ഹറാമ് കഴിച്ച് കുടിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അന്നാ യുസ്തജാബു ലഹു, അവർക്ക് എങ്ങനെ ദുആക്ക് ജവാബ് ലഭിക്കാനാണ്? അപ്പോ ദുആ ചെയ്യുന്നവർ അവർക്ക് ചില നിബന്ധന ഉണ്ട്. ആ നിബന്ധനയൊത്ത് ദുആ ചെയ്യണം. അപ്പോഴാണ് അത് ഉപരിലോകത്ത് അർശനെ ലക്ഷ്യമാക്കി ആ ദുആ പോവുകയും അത് ഉപരിലോകത്ത് സ്വീകരിക്കപ്പെടുകയും ചെയ്യുക. ഒരു കവി ദുആന്റെ ഷർത്തുകളെ
ഇപ്രകാരം സമന്വയിപ്പിച്ച് 3 വരി കവിത ചൊല്ലി. അതിലെന്താ? ഖാലു ശുറൂത്തു ദുആഇൽ മുസ്തജാബി ലനാ അശ്റുൻ ബിഹാ ബശിരി ദാഇ ബിഇഫ്ലാഹി തഹാറത്തുൻ വസലാത്തുൻ മഅഹുമാ നദ്മുൻ വഖ്തുൻ ഖുശൂഉൻ വഹുസ്നു ദന്നി യാ സാഹി വഹില്ലു ഖൂതിൻ വലാ യുദ്ആ ബിമഅസിയത്തിൻ വസ്മുൻ യുനാസിബു മഖ്റൂനുൻ ബിഇൽഹാഹി. എന്താ? ഖാലു, പണ്ഡിതന്മാർ പറഞ്ഞു, ശുറൂത്തു ദുആഇൽ മുസ്തജാബ്, ഉത്തരം ലഭിക്കപ്പെടുന്നതായ ദുആക്കുള്ള ഷർത്തുകൾ, ലനാ അശ്റുൻ, അത് നമുക്ക് 10 എണ്ണം. അപ്പൊ ദുആക്ക് ജവാബ് ലഭിക്കണമെങ്കിൽ 10 ഷർത്ത് ഉണ്ട്. ലനാ അശ്റുൻ ബിഹാ ബശിരി ദാഇ ബിഇഫ്ലാഹി, ഈ 10 നിബന്ധന ഒത്തിട്ടുണ്ട് എങ്കിൽ ദുആക്ക് ജവാബ് കിട്ടും എന്നതിൽ സന്തോഷിച്ചോ. എന്താ? തഹാറത്തുൻ വസലാത്തുൻ മഅഹുമാ നദ്മുൻ വഖ്തുൻ ഖുശൂഉൻ വഹുസ്നു ദന്നി യാ സാഹി. തഹാറത്തുൻ, ശുദ്ധി വരുത്തലാണ്, വുളു ഉണ്ടാക്കുക ദുആ ചെയ്യുന്നതിന് മുമ്പ്. വസലാത്തുൻ, നമസ്കരിക്കുക, സുന്നത്തൊക്കെ നിസ്കരിക്കുക. മഅഹുമാ നദ്മുൻ, അതോടൊപ്പം പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം ഉണ്ടാവണം. വഖ്തുൻ, ദുആക്ക് ജവാബ് ലഭിക്കുന്ന സമയങ്ങൾ അന്വേഷിക്കണം. ഖുശൂൻ, ഹൃദയത്തിൽ പടച്ചവനെ കുറിച്ച് പേടി ഉണ്ടാവണം. വഹുസ്നു ദന്നി യാ സാഹി, അള്ളാഹിനെ കുറിച്ച് സൽവിചാരം ഉണ്ടായിരിക്കണം. അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം വേണം. അപ്പോഴാണ് ഉത്തരം കിട്ടുക അള്ളാഹുവിൽ നിന്ന്. പലർക്കും അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാവില്ല. ചിലരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, സ്വന്തം നഫ്സിനോട് തെറ്റ് പെരുപ്പിച്ച ആളുകളോട് പറയുക, അള്ളാന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടല്ലേ. എത്ര തെറ്റ് ചെയ്താലും അള്ളാന്റെ കാരുണ്യം വിശാലമാണ്, അള്ളാഹു പുറത്തു തരും. അപ്പൊ അള്ളാഹുവിൽ നല്ല വിചാരവും പ്രതീക്ഷ മൂക്കുകയാണ് വേണ്ടത്. പക്ഷെ പല മനുഷ്യന്മാരും എത്ര തെറ്റ് ചെയ്ത്, പാപിയായ ദോഷിയായ ഞാൻ എങ്ങനെ അള്ളാഹിനോട് നേരിട്ട് പറയൂ? 220 kV സബ്സ്റ്റേഷനിൽ നേരിട്ട് പ്ലഗ് കുത്താൻ പറ്റുമോ? അതുകൊണ്ട് ഇടയാളന്മാരോട് പറയാം, ഇടയാളന്മാർ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് പറയട്ടെ, പാപിയായ ദോഷിയായ ഞാൻ എങ്ങനെ നേരിട്ട് അള്ളാഹിനെ വിളിക്കും? ഇങ്ങനെ അള്ളാഹുവിൽ നിരാശപ്പെട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരവും ഉദ്ദേശവും മോശമായ അവസ്ഥ കാണാൻ സാധിക്കും പല മുസ്ലിമീങ്ങൾക്ക്. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. അങ്ങനെ പാടില്ല. പിന്നെയോ ഹുസ്നുൻ ദൻ, അള്ളാഹിനെ കുറിച്ചിട്ട് സൽവിചാരമാണ് വേണ്ടത്. യാ സാഹി, എന്നിട്ട് പറയുന്നത് വഹില്ലു ഖൂതിൻ, തിന്നണ ഭക്ഷണം ഹലാലായിരിക്കണം. വലാ യുദ്ആ ബിമഅസിയത്തിൻ, തെറ്റ് അതുകൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. തെറ്റിന് വേണ്ടിയിട്ട്, പാപം, ആ വിഷയത്തിൽ ദുആ ചെയ്യാൻ പാടുള്ളതല്ല. വസ്മുൻ യുനാസിബു മഖ്റൂനുൻ ബിഇൽഹാഹി, വസ്മുൻ യുനാസിബ്, അതായത് അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിയിട്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത്. മഖ്റൂനുൻ ബിഇൽഹാഹി, അള്ളാഹിനോട് അലട്ടിയാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഈ പറയപ്പെട്ട ഷർത്തുകൾ ഒത്തിട്ടുണ്ട് എങ്കിൽ ദുആക്ക് ജവാബുണ്ടാകും എന്നാണ് കവി പറയുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ നിർവഹിച്ചു, അതിന്റെ ഫലമുണ്ടായതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ദുആ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടിയിട്ടാണ്. ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മൂതയിൽ ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപുത്രനാണ് ജാഫർ, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ. ജാഫർ മൂതയിൽ ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വലിയ വേദന ഉണ്ടാക്കി. ജാഫറിന്റെ ഭാര്യയാണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ജാഫറിന്റെ രക്തസാക്ഷിത്വം അറിഞ്ഞപ്പോൾ കരയാൻ, കണ്ണീർ വാർത്തുകൊണ്ടാണ് റസൂലുള്ള ആ വിവരം വഹയിലൂടെ വന്നത് സഹാബത്തിനെ അറിയിക്കുന്നത്. വീട്ടിൽ ചെന്ന് അസ്മാ ബിൻത് ഉമൈസ് ഉണ്ട്, ജാഫറിന്റെ മക്കളുണ്ട്, മുഹമ്മദും അബ്ദുള്ളയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മയോട് പറഞ്ഞു, നിങ്ങൾ ജാഫറിന്റെ, എന്റെ സഹോദരന് വേണ്ടിയിട്ട് നിങ്ങൾ കരയരുത്, ജാഫറിന്റെ മക്കളെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ മക്കൾ വന്ന് അവരുടെ ശരീരം ആകെ വല്ലാത്തൊരു ഹാലിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാർബറെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ തല മുണ്ടനം ചെയ്ത്, ഈ ഞെരുക്കത്തിന്റെയും പ്രയാസത്തിന്റെയും സമയങ്ങളിൽ തല മുണ്ടനം ചെയ്യിക്കുന്നത് തഫാഉലിന് വേണ്ടിയാണ്. തഫാഉൽ എന്ന് പറഞ്ഞാൽ ഒരു ശുഭപ്രതീക്ഷ, അവസ്ഥാ മാറ്റം. അതായത് പിതാവ് മരിച്ചു,
അസ്മയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചു, ദുഃഖമാണ്, ദുഃഖം തളം കെട്ടിയ അന്തരീക്ഷമാണ് ആ വീട്ടിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രതീക്ഷ അവരിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ പണി ചെയ്തത്. ഇങ്ങനെ അവരുടെ തല മുണ്ടനം ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിൽ ജാഫറിന്റെ മകൻ മുഹമ്മദ് അബൂ താലിബിനോട് സദൃശനാണ്. അബൂ താലിബിന്റെ ചേലാണ് ആർക്ക്? ജാഫറിന്റെ മകൻ മുഹമ്മദിന്. അമ്മ അബ്ദുള്ള, ജാഫറിന്റെ മകൻ അബ്ദുള്ള ഇബ്നു ജാഫർ ഇബ്നു അബീ താലിബ്, അബ്ദുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫശബീഹു ഖൽഖി വഖുൽഖി, റസൂലുള്ളാഹിന്റെ ചേലും റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ് ആർക്ക്? അബ്ദുള്ളക്ക്, ഈ രണ്ടാമത്തെ കുട്ടിക്ക്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുള്ളയുടെ വലത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അഖ്ലിഫ് ജാഫറൻ ഫീ അഹ്ലിഹി വബാരിക് ലി അബ്ദില്ലാ ഫീ സഫഖതി യമീനിഹി. അല്ലാഹുവേ, അഖ്ലിഫ് ജാഫറൻ ഫീ അഹ്ലിഹി, ജാഫർ മരിച്ച് ഷഹീദായി, പക്ഷേ ജാഫറിന്റെ കുടുംബത്തിൽ ജാഫറിന് പിൻഗാമിയെ നിശ്ചയിക്കണമേ. വബാരിക് ലി അബ്ദില്ലാ ഫീ സഫഖതി യമീനിഹി, അബ്ദുള്ളാക്ക് അദ്ദേഹത്തിന്റെ ഇടപാടുകളിൽ ബർക്കത്ത് ചൊരിയണമേ. ഇനി കുടുംബം പോറ്റേണ്ടത് അബ്ദുള്ളയാണ്, അതുകൊണ്ട് ഇടപാടുകളിൽ ബർക്കത്ത് ചൊരിയണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ജാഫറിന്റെ ഭാര്യ ആരാണ്? അസ്മാ ബിൻത് ഉമൈസ് ആണ്. ഈ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ അനുഗ്രഹിതയായ മഹദിയാണ്. ജാഫർ റളിയല്ലാഹു അൻഹുവിന് ശേഷം അവരെ കല്യാണം കഴിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം വീണ്ടും അവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അലിയുടെ രക്തസാക്ഷ്യത്തിന് ശേഷം വേറെയും മഹാന്മാർ അവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു മഹദിയായ സ്ത്രീ ആയിരുന്നു ആര്? അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. ജാഫറിന്റെ പുത്രൻ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുമ, അവർക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ ദുആ എന്താ? ഇടപാടിൽ ബർക്കത്ത് ചൊരിയാനാണ്. സിയർ അലാമിൻ നുബലായിൽ ഇമാം അസ്സഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഫകാന അബ്ദുള്ള മിൻ അക്സരിൽ മുസ്ലിമീന തിജാറതൻ വകാന യുദ്റബു ബിഹിൽ മസലു ഫീ ജൂദിഹി. മുസ്ലിമീങ്ങളിൽ ഏറ്റവും നല്ല ബിസിനസ്സുകാരനായിരുന്നു അബ്ദുള്ള ഇബ്നു ജാഫർ. ബിസിനസ് മാത്രമല്ല, പിന്നെയോ മുസ്ലിമീങ്ങൾ അന്ന് നാളുകളിൽ ഔദാര്യത്തിന്റെ വിഷയത്തിൽ ഉപമ പറയാറുള്ളത് ഈ അബ്ദുള്ള ഇബ്നു ജാഫറിനെ ആയിരുന്നു. ഔദാര്യം, ദാനധർമ്മം, അതിനൊരു ഉദാഹരണം അന്നുണ്ടായിരുന്നത് അബ്ദുള്ള ഇബ്നു ജാഫർ ആയിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി നിർവഹിച്ചതായ ആ ദുആയുടെ ഫലം എന്നുള്ളതാണ്. ഇതേപോലെ ചരിത്രത്തിൽ മറ്റൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലി റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ച ദുആയാണ്. ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലി മക്കം ഫതഹിനോടനുബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, അവിടെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെയും കെട്ടി ഉയർത്തപ്പെട്ട ജാറങ്ങളെയും തകർക്കാൻ തന്റെ സൈന്യത്തെ നിയോഗിച്ചു. അങ്ങനെ ജാറങ്ങൾ നിരപ്പാക്കപ്പെട്ട് വിഗ്രഹങ്ങളും നിലംപരിശാക്കപ്പെട്ടു. അൽ കഅബത്തുൽ യമാനിയ, യമാനികളുടെ കഅബ എന്ന പേരിൽ ഹസാൻ ഗോത്രത്തിന് ഒരു കാവ് ഉണ്ടായിരുന്നു. ഒരു കാവ്, ഒരു അമ്പലവും അതിനെ തുടർന്ന് കുറെ ആൾത്താർ, ഇങ്ങനത്തെ പരിപാടി അവിടെ പിന്നെ അൽ കഅബ അൽ യമാനിയ എന്നാ പറയാ. അവിടെ അവർക്ക് പ്രദക്ഷിണവും അതേപോലെ തന്നെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പൂജാകേന്ദ്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹായപ്പോ ഈ കാവ് തകർക്കാൻ വേണ്ടിയിട്ട് വിടുന്നത് ആരെയാണ്? ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലിയാണ്. റസൂലുള്ള പറഞ്ഞു, അലാ തുരിഹനി മിൻ ദിൽ ഖലസ, ജരീർ ദിൽ ഖലസയെ തൊട്ട് നിങ്ങൾ എനിക്ക് റാഹത്ത് നൽകൂലേ എന്ന് പറഞ്ഞാൽ അതിപ്പോഴും അവിടെ കാവായിട്ട് നിലനിൽക്കുകയാണ്. ഷിർക്കിന്റെ ഒരു രൂപം. അപ്പൊ അത് തകർക്കാനാണ് പറയുന്നത്. അപ്പോ ജരീർ ബിൻ അബ്ദുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പ്രവാചകരെ, ഒരു സൈനികനായിട്ട് കുതിരപ്പുറത്ത് സഞ്ചരിക്കണ്ടേ, അതിന് കുതിരപ്പുറത്ത് ഇരിക്കാൻ എനിക്ക് കഴിയണില്ല, ഞാൻ കുതിരപ്പുറത്ത് കയറിയിട്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിലത്തേക്ക് വീഴും എന്ന് പറഞ്ഞപ്പോ സിയാർ അലാമിൻ നുബലായിൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്, ഫദറബ യദഹു ഫീ സദരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈ കൊണ്ട് എന്റെ നെഞ്ചിൽ തട്ടി. ഫഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ സബ്ബിത്ഹു
ഇജ്അൽഹു ഹാദിയൻ മഹ്ദിയ, അല്ലാഹുവേ സബ്ബിത്ഹു, ജരീറിനെ നീ ഉറപ്പിച്ചിരുത്തണമേ. എവിടെ? കുതിരപ്പുറത്ത്, അവിടെ വീഴാത്ത രീതിയിൽ സ്ഥൈര്യം നൽകണമേ, ഉറപ്പ് നൽകണമേ. വജ്അൽഹു ഹാദിയൻ മഹ്ദിയ, അദ്ദേഹത്തെ നീ സന്മാർഗിയാക്കണമേ. ആളുകൾക്ക് ഹിദായത്ത് തെളിവായി, പ്രമാണമായി, രേഖയായി നൽകുന്ന സന്മാർഗിയാക്കി അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. എന്താ ചരിത്രത്തിലുള്ളത്? അതിൽ പിന്നെ ജരീർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു കുതിരപ്പുറത്തുനിന്ന് വീണിട്ടില്ല എന്നാണ്. അതിന് മുമ്പ് കുതിരപ്പുറത്ത് സഞ്ചരിക്കാനാവുമായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ദുആയിൽ പിന്നെ അദ്ദേഹം ഈ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുന്നത്. ഖതാദ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നിർവഹിച്ച ഒരു ദുആയുണ്ട്. ബദർ യുദ്ധത്തിൽ ഈ ഖതാദ ഇബ്നു നുഅ്മാൻ അദ്ദേഹത്തിന്റെ കണ്ണ് വെളിയിൽ ചാടി, ഒലിച്ചിറങ്ങി. അപ്പോ ആളുകൾ ഇത് വെട്ടി ഒഴിവാക്കാൻ തീരുമാനിച്ചു. കണ്ണ് പുറത്തു ചാടിയപ്പോൾ അത് മുറിച്ചൊഴിവാക്കാൻ തീരുമാനിച്ചു. കാരണം അന്ന് ഇന്നത്തെ മാതിരിയല്ല. അപ്പോ ആളുകൾ പറഞ്ഞു, നഅതി നബി അല്ലാഹ് നസ്തശീറുഹു, കണ്ണ് മുറിച്ചൊഴിവാക്കുന്നതിന് മുമ്പ് നമുക്ക് റസൂലുള്ളാഹിനോട് ചെന്നിട്ട് കൂടിയാലോചന നടത്താം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വിവരം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖതാദയെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തൂങ്ങി നിൽക്കുന്ന കണ്ണ് ഉയർത്തിയിട്ട് എന്ത് ചെയ്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളം കൈ കൊണ്ട് കണ്ണിന്റെ ഈ കുഴിയിലേക്ക് തള്ളി ആക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, അല്ലാഹുമ്മ ക്സുഹു ജമാല, ഖതാദ ഇബ്നു നുഅ്മാൻ, അല്ലാഹുവേ നീ അലങ്കാരം, ഭംഗി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ചരിത്രം രേഖപ്പെടുത്തിയവർ പറയുകയാണ്, പിൽക്കാലത്താണ് ഖതാദ ഇബ്നു നുഅ്മാൻ മരണപ്പെടുന്നത്. ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ ആസിം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ആസിം ഇബ്നു ഉമറിന്റെ, അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ മകൻ. അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിലൊരു റാവിന്റെ പേര് റമീഷ എന്നാണ്. റമീഷ അങ്ങനെ പറയാൻ കാരണം, റമീഷ എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഇസ്ലാമിൽ പരിചയമില്ലാത്ത പേരല്ല എന്നുകൂടി മനസ്സിലാക്കാനാണ്. അലാ കുല്ലിൻ, അതായത് റമീഷ എന്ന് പറയുന്ന മഹദി ആസിമിൽ നിന്ന് ചെയ്തിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലാ കുല്ലിൻ, ആസിം പറയാണ്, ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ മുസ്ലിം സൈന്യം ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഉമർ നിശ്ചയിക്കുന്ന അമ്പെയ്ത്തുകാരിൽ ഒരാളായിരുന്നു ആര്? ഈ ഖതാദ ഇബ്നു നുഅ്മാൻ. അമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സൂക്ഷ്മമായിട്ട് നോക്കുകയും കൃത്യമായിട്ട് എയ്യും വേണം. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്തിലൂടെ തിരിച്ച് വെച്ച ആ കണ്ണ്, അതായിരുന്നു അദ്ദേഹത്തിന് നോക്കാനുണ്ടായിരുന്ന കണ്ണ്. മാത്രമല്ല, ഖതാദ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ ആളുകൾ പറയാണ്, ഇതിൽ പിന്നെ ഖതാദ റളിയല്ലാഹു തആല അൻഹു നടക്കുമ്പോൾ ഏത് കണ്ണിനാണ് കുറവ് പറ്റിയത്, അപകടം പറ്റിയത്, അത് തിരിച്ചറിയാമായിരുന്നില്ല എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ചതായ ദുആ, അള്ളാഹുവിന്റെ ഫضലിനാൽ ആ ദുആയിലുണ്ടായ ബർക്കത്ത്, ധാരാളം ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ തൽഹക്കും ഉമ്മു തൽഹക്കും അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി ഉണ്ടായി. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിക്ക് ബർക്കത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്ത്.
അബൂ തൽഹയുടെ ഈ പേരക്കുട്ടിയുടെ വിഷയത്തിൽ ചരിത്രത്തിൽ പറയുന്നത്, ആ പേരക്കുട്ടിക്ക് 7 കുട്ടികൾ ഉണ്ടായി. ആ 7 കുട്ടികളും ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടികളായിരുന്നു എന്ന്. ധാരാളം സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ ചരിത്ര സംഭവങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയും അതേപോലെ തന്നെ അയവിറക്കുകയും ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. എന്തിന്? പല മുനാസബാത്തുകളിലും നമ്മളും ഇടപെടാറുണ്ട്. നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ വരാറുണ്ട്. ചിലർ മരണ വീട്ടിൽ ചെല്ലും, മരിച്ച വീട്ടിൽ ചെല്ലും. ചിലർ കുട്ടിയുണ്ടായ ഇടത്ത് ചെല്ലും. ചിലർ രോഗം കാണാൻ വേണ്ടിയിട്ട് ചെല്ലും. ചിലർ സൽക്കാരത്തിൽ ചെല്ലും. പല മനുഷ്യന്മാർക്കും അവിടങ്ങളിൽ നിർവഹിക്കേണ്ടതായ ദുആ എന്ത്, ദിക്ർ എന്ത് എന്നുള്ളത് അജ്ഞായിരിക്കും. മരിച്ചോടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറെ മൂപ്പരെ കൈ പിടിച്ച് കുലുക്കി ചിരിച്ച് നന്നാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വരും. മരണ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ നിർവഹിക്കേണ്ട ദുആ പലർക്കും അറിയില്ല. രോഗിനെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ രോഗിക്ക് രോഗം കൂടും. ആ രീതിയിൽ വർത്തമാനങ്ങളും വിഷയങ്ങളും കാര്യങ്ങളും അവിടെയുള്ള ആത്മീയമായ ആ സാന്നിധ്യം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പരിപാടികൾ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടായിരിക്കും പല ആളുകളും. അവിടെ ചെയ്യേണ്ടതായ ദുആ ചുരുങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരിച്ചെടുത്തെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന ലില്ലാഹി മാ ആതാ വ മാ അഖദ മാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇസ്ബിർ വഹ്തസിബ് തുടങ്ങിയത്. അതേപോലെ തന്നെ രോഗം കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്അലുല്ലാഹൽ മൗലൽ അദീം റബ്ബൽ അർശിൽ കരീം അൻ യശ്ഫിയക് എന്നൊരാൾ ഒരു രോഗിയുടെ അടുക്കൽ 7 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ശമനം നൽകും. അസ്അലുല്ലാഹൽ മൗലൽ അദീം റബ്ബൽ അർശിൽ കരീം അൻ യശ്ഫിയക് എന്ന് പറയാൻ, പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ എന്ത് പ്രയാസമുള്ളത്. പക്ഷെ ദുആന്റെ വിഷയത്തിൽ ആളുകൾ പലപ്പോഴും പഠിക്കുന്നതിൽ, അത് മനഃപ്പാഠമാക്കുന്നതിൽ വീഴ്ചയിലാണ്. അതേപോലെ തന്നെ ഒരാളെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മൂടും തട്ടിന് പോരുക, നല്ല പാർട്ടിയായി ഗംഭീരായി, കേരളത്തിൽ അതേ ഫുഡാണ്, നിങ്ങൾ വളരെ നിങ്ങളെ കുടുംബം ഭക്ഷണം പാകം ചെയ്യുന്നതിൽ വളരെ ഉഷാറാണ്, നമുക്ക് ഉഷാറ് ധന്യമായി, ഇങ്ങനെയാ അത് പറയാം, നമുക്കുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടൊരു ദുആ അല്ലേ, ബർക്കത്തിന് വേണ്ടി, അവർക്ക് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എത്ര ദുആകളുണ്ട്. അല്ലാഹുമ്മ തയ്യിമ്മൻ അതാമന വസ്ഖിമൻ സഖാന വഅൻത ഖൈറുർ റാസിഖീൻ. അതേപോലെ തന്നെ പിന്നെ അവരുടെ ഉപജീവനത്തിൽ അവർക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ദുആകൾ ധാരാളം. ഒരാൾ കടം തന്ന് ആ കടം തന്നത് തിരിച്ചു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ എടുപ്പിച്ചില്ലേ? ആ ദുആ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കടം തന്നവന് വലിയ കാര്യമാണ് തിരിച്ചു നൽകിയത് എന്ന പോലെയാണ്. കടം തിരിച്ചു ചോദിച്ചതിനുള്ള ഞെരുക്കത്തിൽ അതിന്റെ ദേഷ്യം തീർക്കലും അല്ലെങ്കിൽ അതിന്റെ പ്രയാസം അങ്ങനെയല്ല. പിന്നെയോ ബാറക്കല്ലാഹു ലക ഫീ മാലിക വ അഹ്ലിക, വളരെ ചുരുങ്ങിയ വരി, ചെറിയ വരി, അത് പറഞ്ഞിട്ടാണ് കടം വാങ്ങിയവന്റെ കടം തിരിച്ചു കൊടുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇങ്ങനെ കുറേ ദുആകളുണ്ട്. അതൊന്നും വലിയ വലിയ ദുആകളല്ല, ചെറിയ ചെറിയത്. ഇത് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഹയാത്തിൽ, ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടതാണ്. അതിൽ വലിയ വലിയ ഖൈറാത്തുകളുണ്ട്, അതിൽ വലിയ വലിയ നല്ല ബർക്കത്തുകളുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ചൊല്ലിയതാണ്, നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ചതുമാണ്. ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടത് കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു വിശാലമായ ഒരു അവതരണത്തിനുള്ള സമയമല്ല, എങ്കിലും ചിലതിൻ്റെ ആ ഫലം
അത് നമ്മൾ അറിയാനും മനസ്സിലാക്കുവാനും വേണ്ടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയർ ആലാമുൻ നുബലായിൽ സിയാദ് ബിൻ അബി മറിയമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഉമ്മു സലമ റളിയല്ലാഹു തആല എന്നെ പറയുന്നു, അബൂ സലമയോട് എന്താ പറയുന്നത് അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, രണ്ടിലൊരാൾ ശേഷിക്കണ്. അയാൾ മരിക്കുന്നതിന് മുമ്പ് വേറെ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ ഈ ദമ്പതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒന്നിപ്പിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കൂല എന്നാണ് പറയുന്നത്. അപ്പോ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് എന്നെ അനുസരിക്കണം, നിങ്ങൾ എന്നെ അനുസരിക്കുന്നവരല്ലേ എന്ന് ചോദിച്ചു ഉമ്മു സലമയോട്. അപ്പൊ അതെ, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കാതിരിക്കണ്ട. എന്നിട്ട് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ച ദുആയാണ്, അല്ലാഹുമ്മ ർസുഖ് ഉമ്മ സലമ ബഅദി റജുലൻ ഖൈറൻ മിന്നി ലാ യുഹ്സിനുഹാ വലാ യുഅ്ദീഹാ. അബൂ സലമന്റെ ദുആയാണ് ആ സന്ദർഭത്തിൽ. അദ്ദേഹം മരണാസന്നനാകാൻ പോവുക. അല്ലാഹുമ്മ ർസുഖ് ഉമ്മ സലമ, അല്ലാഹു ഉമ്മു സലമക്ക് നീ പ്രദാനം ചെയ്യണമേ, ബഅദി എന്റെ മരണപ്പിറ്റേന്ന്, മരണശേഷം, റജുലൻ ഖൈറൻ മിന്നി എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ, ലാ യുഹ്സിനുഹാ വലാ യുഅ്ദീഹാ ഉമ്മു സലമയെ ദുഃഖിപ്പിക്കാത്ത, ഉമ്മു സലമയെ ഉപദ്രവിക്കാത്ത ഒരു പുണ്യാളനെ എനിക്ക് ശേഷം ഭർത്താവായി നൽകണമേ എന്ന് അബൂ സലമ ദുആ ചെയ്തു. അബൂ സലമ വഫാത്തായി, മരിച്ച്. ഉമ്മു സലമ മനസ്സിൽ പറയാണ്, മൻ ഖൈറു മിൻ അബീ സലമ, അബൂ സലമയേക്കാൾ ശ്രേഷ്ഠൻ ഇനി ആരാണ്? അവര് പറയാണ്, ഫമാ ലബിസ്, കാലമേറെ കഴിഞ്ഞില്ല, വജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാമ അലൽ ബാബ് ഫദക്കറൽ ഖിത്ബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് വാതിൽക്ക് നിന്ന്, എന്നിട്ട് വിവാഹ അന്വേഷണം നടത്തി. ആരെ? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചത്. ഇത് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു നിർവഹിച്ചതായ ആ ദുആയുടെ ബർക്കത്താണ്, അള്ളാഹുവിന്റെ ഔദാര്യത്താൽ. അപ്പോ ഇങ്ങനെ ധാരാളം ദുആകളുണ്ട്. വിശ്വാസികളായ നമ്മൾ ദുആ ഇരക്കുന്നവരാകണം. ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ പറഞ്ഞു, റുബ്ബ അശ്അസ അഗ്ബർ ലൗ അഖ്സമ അലല്ലാഹ് ലഅബറഹു. പൊടിപുരണ്ട ശരീരവും ജടകുത്തിയ മുടിയുമായി എത്ര മനുഷ്യരാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഭൗതിക ലോകത്താരും പരിഗണിക്കുന്ന കോലത്തിലല്ല, അങ്ങനത്തെ രീതിയാണ്. ചില റിപ്പോർട്ടുകളിലുണ്ട്, അവര് വാതിൽക്കൽ വന്ന് വല്ല അപേക്ഷയും കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വാതിലടക്കം അവരെ ഉന്തി പുറത്താക്കും, വേദി കയറ്റൂല്ല എന്നർത്ഥം. അങ്ങനെ അവഗണിക്കപ്പെടുന്ന ചില മനുഷ്യന്മാരുണ്ട്. പക്ഷേ ലൗ അഖ്സമ അലല്ലാഹ് ലഅബറഹു, അവർ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഒരു ദുആ നിർവഹിച്ചാൽ, അള്ളാഹുവേ എനിക്ക് നീ നൽകണമേ എന്ന് പറഞ്ഞ് അവരോട് ദുആ നിർവഹിച്ചാൽ ലഅബറഹു, അള്ളാഹു അവരുടെ ആ ദുആക്ക് ജവാബ് നൽകും. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. മിൻഹും അൽ ബറാ ഇബ്നു മാലിക്, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അൽ ബറാ ഇബ്നു മാലിക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അൽ ബറാ ഇബ്നു മാലിക് ദുആക്ക് ജവാബുള്ള വ്യക്തിത്വമാണെന്ന്. മുസ്ലിം സൈന്യം ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ ശത്രു സേനയെ ആക്രമിക്കുവാൻ വേണ്ടി തുസ്തുർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ശത്രുക്ക് വലിയ ആൾക്കൂട്ടാണ്, സർവായുധ സന്നദ്ധരാണ്, വലിയ ഒരു വിഭാഗം. മുസ്ലിമീങ്ങൾ
ന്യൂനപക്ഷം. ഈ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾ യുദ്ധമുഖത്ത് ഏൽക്കേണ്ടി വന്നു. മുസ്ലിമീങ്ങൾ വന്നിട്ട് ബറാഇനോട് പറയാണ്, ബറാ ഇന്നക ലൗ അഖ്സംത അലല്ലാഹി ലഅബറക്, നിങ്ങൾ അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് ഒരു ദുആ നിർവഹിച്ചാൽ അള്ളാഹു ആ ദുആക്ക് ജവാബ് നൽകും. അതുകൊണ്ട് ഫഅഖ്സിം അലാ റബ്ബിക്, റബ്ബിനോട് സത്യം ചെയ്തിട്ട് ദുആ നിർവഹിക്കുക. ബറാ ഇബ്നു മാലിക് ദുആ ചെയ്യാണ്, ഉഖ്സിമു അലൈക യാ റബ്ബ് ലിമാ മനഹ്തനാ അഖ്താഫഹും വഅൽഹഖ്തനി ബിനബിയിക്, അല്ലാഹുവേ നിന്നിൽ ഞാൻ സത്യം ചെയ്ത് ഞാൻ ഇതാ നിന്നോട് തേടുന്നു, അവരുടെ പിരടികളെ നീ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരണമേ. മാത്രമല്ല വഅൽഹഖ്തനി ബിനബിയിക്, നിന്റെ പ്രവാചകനോട് നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ. എനിക്ക് ഷഹീദാകണം, അതാണ് ദുആ. മുസ്ലിം സൈന്യം ശത്രുസേനയെ പരാജയപ്പെടുത്തി. അവർ ബഹുഭൂരിപക്ഷം, അവർ സർവായുധ സന്നദ്ധരാണ്. അൽ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ഉണ്ടായി. ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ കുതന്ത്രങ്ങളും അതേപോലെ തന്നെ ശത്രുവിൻ്റെ കുതന്ത്രങ്ങൾ അതേപോലെ തന്നെ കപടന്മാരുടെ ദുഷ്പ്രവൃത്തികളും ഒക്കെ നമ്മളെ വേട്ടയാടുന്ന പ്രയാസപ്പെടുത്തുന്നതായ അവസ്ഥകൾ നമുക്ക് സംജാതാകും. ദുആന്റെ വിലയും നിലയും മനസ്സിലാക്കി അള്ളാഹുവിന് മുമ്പിൽ വിനയാന്വിതരായി ഉണർത്തപ്പെട്ടതുപോലെ തന്നെ നിബന്ധനകൾ ഒത്ത് അള്ളാഹുവിലേക്ക് വിറകൈകളെ ഉയർത്തുകയും നിറകണ്ണുകളെ നോക്കുകയും അർശിന് നേരെ നമ്മളുടെ ദുആ ലക്ഷ്യം തെറ്റാതെ അയക്കുകയുമായാൽ നമുക്കും രക്ഷയും മോക്ഷവുമാണ്. വാരിതായിട്ടുള്ള ദുആവുകൾ, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതായ ദുആവുകൾ, അതാണ് ശ്രേഷ്ഠമായ ദുആവുകൾ. അവ പഠിച്ച് കഴിയും പടി പ്രാവർത്തികമാക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ദുആഇന്റെ പുസ്തകങ്ങളിൽ ചെറിയ ചെറിയ അൽഫാദുകളിൽ ദുആകൾ ഉണ്ടാവും. നമ്മൾ കഴിയുന്നിടത്തോളം ദുആവുകളെ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കണം. ഇതാണ് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറാത്തുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹു ഈ മജ്ലിസിനെ ഉപരിലോകത്ത് കബൂലാക്കുന്ന മജ്ലിസായി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യത്തിന്റെ വേദിയിൽ നാഥൻ നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നത്തിൽ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തൊരിടമേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ റബ്ബിന് ഏറ്റവും പ്രീതിപ്പെട്ട കർമ്മം നമ്മുടെ ഒടുക്കത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ നാഥനിലേക്ക് തിരിച്ചൊരു യാത്രക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളും മരണം വരിച്ച് നമ്മുടെ ഖബറിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മുടെ പാർശ്വങ്ങളിൽ അള്ളാഹു നമ്മുടെ ഖബറുകളെ വിശാലമാക്കി നൽകുമാറാവട്ടെ. ഖബറുകളിൽ നിന്ന് നബിമാരുടെ സിംറത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ വഹ്ഫദ് اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.